अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലെ ശല്യപർവം, ശല്യവധത്തെക്കുറിച്ചാണ്. ശല്യരുടെ ശരപ്രയോഗം മൂലം പാണ്ഡവരെ വളരെയേറെ വിഷമിക്കുന്ന അവസ്ഥയെ പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാഖ്യാന ഭാഗം ആരംഭിക്കുന്നത്. യുധിഷ്ഠിരനാണ് ശല്യരെ പ്രധാനമായിട്ടും നേരിട്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ തളർന്ന് യുധിഷ്ഠിരൻ വിശ്രമത്തിലേർപ്പെടുന്ന സ്ഥിതിയും ഉണ്ട്. ശല്യരുടെ ശരീരം മുഴുവൻ അമ്പ് തിറച്ചിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അതൊക്കെ കണ്ടപ്പോഴേ യുധിഷ്ഠിരന് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. കാരണം ബന്ധുവാണ്. പാണ്ഡവർക്കൊപ്പം യുദ്ധം ചെയ്യുവാനാണ് ശല്യര് പുറപ്പെട്ടത്. എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദുര്യോധനൊപ്പം യുദ്ധം ചെയ്യേണ്ടതായി വന്നു. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ശല്യരുടെ പ്രയോഗങ്ങളൊക്കെ ദുര്യോധനന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അവസാന യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ശല്യർ പൊരുതുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് യുധിഷ്ഠിരനും ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ശല്യരെ സഹായിക്കാൻ വളരെയധികം യോദ്ധാക്കൾ എത്തി. യുധിഷ്ഠിരന് വേണ്ടിയും നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനും എത്തി. അതിനുശേഷം ഭീമാർജുനന്മാരും എത്തി. ശല്യരുടെ സഹായത്തിന് നിന്ന ദുര്യോധനൻ ഭീമന്റെ പ്രയോഗം മൂലം ദൂരെ തെറിച്ചു വീണ അവസ്ഥ ഉണ്ടായപ്പോൾ ഗുരുപുത്രൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഭീമൻ ശല്യർക്കെതിരെ തിരിഞ്ഞു. ശരം കൊണ്ട് പിളർക്കപ്പെട്ട ശരീരവുമായിട്ട് ശല്യർ വീറോടെ പോരാടി. വില്ലും കവചവും തേരും മുറിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായപ്പോൾ ശല്യർ വാളും പരിചയം എടുത്തു. എതിർപക്ഷത്തിനും അതുപോലെ വില്ലും കവചവും തേരുമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അതിനുശേഷം യുധിഷ്ഠിരൻ ഒരു ശരം ശല്യർക്കെതിരെ പ്രയോഗിച്ചെങ്കിലും അതിനെ ശല്യർ അതിജീവിച്ചു. അത് കണ്ട് യുധിഷ്ഠിരൻ ഒഴിഞ്ഞു നിന്നെങ്കിലും കൃഷ്ണന്റെ പ്രേരണ മൂലം വീണ്ടും വലിയൊരു വേല് ശല്യർക്കെതിരെ പ്രയോഗിക്കുകയും ശല്യര് ആ വേലിൻ്റെ പ്രയോഗം മൂലം വീണുപോവുകയും ചെയ്യും. ആ സമയത്ത് ശല്യരുടെ സഹോദരൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഭീമൻ അനേകം കൗരവ യോദ്ധാക്കളെ വധിച്ചു. ആ സമയത്താണ് സാൽവൻ ഒരു കൊമ്പനാനപ്പുറത്ത് എത്തപ്പെട്ടത്. ദൃഷ്ടദ്യുമ്നനുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും ദൃഷ്ടദ്യുമ്നൻ ഗത കൊണ്ട് ആ കൊമ്പനാനിയെ പ്രഹരിക്കുകയും ചെയ്തു. ആന വീണതിനൊപ്പം തന്നെ സാത്വികയുടെ അമ്പേറ്റ് സാൽവനും വീണ് രണ്ടു കൂട്ടരും
അതായത് ശല്യനും ശാല്യൻ്റെ വാഹനവും മരണപ്പെടുകയും ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് ശകുനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സഹദേവൻ പിടികൂടി. നമ്മൾ ബന്ധുക്കളാണ് എന്നൊക്കെ ശകുനി പറഞ്ഞെങ്കിലും സഹദേവൻ വിട്ടില്ല. ശകുനിയെ വാളുകൊണ്ട് വെട്ടി വധിക്കുകയുണ്ടായി. അതിനുശേഷം കൗരവപക്ഷത്ത് കൃതവർണാവും കൃപരും ഭോജരാജാവും അശ്വത്ഥമാവുമൊക്കെ അണിനിരുന്നെങ്കിലും പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഭോജരാജാവ് പിന്തിരിഞ്ഞ് ഓടിയതിനെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യാഖ്യാന ഭാഗം പൂർത്തിയാവുകയാണ്. ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം വിഷ്ണവേ നമഃ. ഓം നാരായണായ നമഃ.